ഏതു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാലും ലക്ഷ്യം വെക്കുന്ന ആളുടെ തലയ്ക്കു തന്നെ വെടിയുണ്ട തുളച്ചു കയറ്റാൻ ശേഷിയുള്ള ഷാർപ്പ് ഷൂട്ടർമാരുണ്ട്. തൊട്ടടുത്തു നിൽക്കുന്ന ആൾ പോലും അറിയുക വെടിയേറ്റതിന് ശേഷമാകും. അതുപോലെയാണ് ഇന്ത്യ ഇന്ന് ആക്രമണം നടത്തിയത്. ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഭീകര താവളങ്ങൾക്കു നേരെ കൃത്യമായി തന്നെ ആക്രമണം നടത്താനായി ഇന്ത്യ ഉപയോഗിച്ചത് പ്രധാനമായും സ്കാൽപ്പ് മിസൈലാണ്. എന്താണ് സ്കാൽപ്പ് മിസൈൽ? അതിൻ്റെ പ്രത്യേകത എന്താണ്? കൃത്യത, പ്രഹരശേഷിയുടെ ഭീകരത എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. 250 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി എത്തിച്ചേരാനും ആ കൃത്യമായി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ സ്ഫോടനം നടത്താനും സ്കാൽപ്പ് മിസൈലിന് ശേഷിയുണ്ട്. ഈ മിസൈലിൽ 450 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. മിസൈൽ ഒരു സ്ഥലത്ത് വീണു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ആദ്യം തുളഞ്ഞു കയറും. 30 മീറ്റർ ആഴത്തിൽ വരെ തുളഞ്ഞു കയറും. ഈ തുളഞ്ഞു കയറുന്നതിനിടയിൽ എവിടെ വെച്ച് വേണം, എത്രാമത്തെ മീറ്ററിൽ വെച്ച് വേണം സ്ഫോടനം നടത്തേണ്ടതെന്ന് മുൻകൂട്ടി സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാവും സ്ഫോടനം സംഭവിക്കുക. ആകെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ലക്ഷ്യസ്ഥാനം തീരുമാനിച്ച് മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. ലക്ഷ്യസ്ഥാനത്ത് മിസൈൽ പ്രോഗ്രാം അനുസരിച്ച് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ആ പ്രോഗ്രാം അനുസരിച്ച് ചിത്രങ്ങളടക്കം നോക്കിക്കൊണ്ട്, അവിടെ തെർമൽ ക്യാമറ അടക്കമുണ്ട് ഈ മിസൈലിൽ. ഈ ക്യാമറ നോക്കിക്കൊണ്ട് ഈ ചിത്രങ്ങൾ തന്നെയാണ് ലക്ഷ്യസ്ഥാനം ലക്ഷ്യമിട്ട നേരത്തെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പാക്കും. അങ്ങനെ ഏറ്റവും കൃത്യമായ സ്ഥലത്തേക്ക് എത്തിച്ചേരും. അവിടെ വലിയ സ്ഫോടനം നടത്തും എന്നുള്ളതാണ്. ബങ്കറുകൾക്കുള്ളിലായാലും ഭൂമിക്കടിയിൽ 1, 2, 3 നിലയിൽക്കുള്ളിലാണ് ആളുകൾ ഇരിക്കുന്നതെങ്കിലും ആയുധങ്ങൾ ശേഖരിച്ചിരിക്കുന്നതെങ്കിലും അവിടെ എത്തി സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് ഈ സ്കാൽപ്പ് മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സ്കാൽപ്പ് മിസൈലിനെ സ്റ്റോം ഷാഡോ എന്നാണ് ബ്രിട്ടീഷുകാർ വിളിക്കുന്നത്. സ്കാൽപ്പ് എന്ന പേര് ഫ്രഞ്ചുകാരുടെ പേരാണ്. ഫ്രഞ്ചുകാർ ഇത് നിർമ്മിക്കുമ്പോഴാണ് സ്കാൽപ്പ് എന്ന പേര് പറയുന്നത്. ലോങ് റേഞ്ച് എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലാണിത്. ലോങ് റേഞ്ച് ഓട്ടോണമസ് ക്രൂയിസ് മിസൈൽ സിസ്റ്റം ജനറൽ പർപ്പസ് എന്നതാണ് സ്കാൽപ്പ് EG എന്ന പേരിൻ്റെ പൂർണ്ണ രൂപം. മുൻകൂട്ടി തീരുമാനിക്കുന്നതനുസരിച്ച്, മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മിസൈലാണിത്. റഫേൽ യുദ്ധവിമാനങ്ങളിലാണ് നമ്മൾ പ്രധാനമായും ഇത് ഉപയോഗിച്ചത്. ആകാശത്ത് നിന്ന് ഭൂമിയിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് 250-300 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് വരെ വളരെ കൃത്യതയോടുകൂടി മീറ്ററുകൾ പോലും വ്യത്യാസമില്ലാതെ എത്തിച്ചേരാൻ കഴിയുന്ന മിസൈലാണ്. ഈ മിസൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 5 മീറ്ററിലധികമാണ്, 5 മീറ്ററോളമാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യാസം വളരെ ചെറുതാണ്, 48 സെൻറ്റിമീറ്റർ മാത്രമാണ്. ചിറകിന് നീളം ഏകദേശം 3 മീറ്ററോളം വരും. 1300 കിലോഗ്രാമാണ് ഈ മിസൈലിൻ്റെ ഭാരം. 450 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇതിൽ ശേഖരിക്കാൻ കഴിയുക. മൈക്രോ ടർബോ ജെറ്റ് എഞ്ചിനാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പല പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലുമല്ല, യുക്രൈൻ റഷ്യ യുദ്ധത്തിലടക്കം ബ്രിട്ടീഷുകാർ നൽകിയ ഈ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട പല കപ്പലുകളും യുക്രൈൻ തീർത്തത്. സിറിയയിൽ നടക്കുന്ന ഐസിസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്കാൽപ്പ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട പല യുദ്ധമുഖങ്ങളിലും വളരെ ഫലപ്രദമായി ഉപയോഗിച്ച മിസൈൽ കൂടിയാണ്. ദൂരെയുള്ള ലക്ഷ്യത്തെ കൃത്യമായി പോയി ആക്രമിച്ച് പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളതാണ് സ്കാൽപ്പ് മിസൈലിൻ്റെ പ്രത്യേകത. അതുകൊണ്ടുകൂടിയാണ് എല്ലാ സേനയ്ക്കും ഈ മിസൈൽ പ്രിയങ്കരമാകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ചോയ്സായി സ്കാൽപ്പ് മിസൈൽ മാറുന്നത്. ഇതേ സ്കാൽപ്പാണ് ഇന്ന് ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഭീകര താവളങ്ങൾക്കു നേരെ, ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ഇന്ത്യ ഉപയോഗിച്ചത്. കൃത്യമായി ഒന്നോർക്കണം, പാകിസ്ഥാനിലെ നിരപരാധികളായ മനുഷ്യർക്കു നേരെയല്ല ഇന്ത്യ മിസൈൽ തൊടുത്തുവിട്ടത്. എന്തിന് പാക് സേനയ്ക്കു നേരെ പോലുമല്ല ഇന്ത്യ മിസൈൽ തൊടുത്തുവിട്ടത്. കൃത്യമായി ഭീകരരുടെ കേന്ദ്രങ്ങൾക്കു നേരെയാണ്. ലോകം ആകമാനം ഭീകരതയ്ക്കെതിരെ വലിയ പോരാട്ടത്തിൽ യോജിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ കൃത്യമായി ഭീകരരെ തെരഞ്ഞു പിടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ ഷാർപ്പ് ഷൂട്ടറെ പോലെയാണ് ഈ സ്കാൽപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചിരിക്കുന്നത്.